ജിസും വരുന്നില്ല. അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഹയാൻ എവിടെ ഓടുന്നത്? ഹയാന് ഞാൻ ഇക്ക ചുച്ചു ആണ് കേട്ടോ പോണത്. എങ്ങടെ പോകണമെന്നൊക്കെ കാണിച്ചു തരാവേ. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കടയിലെത്തി ഹയാനിപ്പോൾ ഒരു കുഞ്ഞ് കംപ്ലൈൻറ്റ്. അവിടെ നോക്കട്ടെ ഹയാൻ്റെ ഷൂ 2 തള്ള വിരൽ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. വേറെ ഷൂ വാങ്ങണം, ഇൻഷാല്ലാ വാങ്ങാം. പിന്നെ ഈ ഒരു സംഭവം നടക്കുന്നത് കുറച്ച് ദിവസമായി നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ ഫ്ലോയിൽ അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതേ ഇപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡ്, നമ്മുടെ ഇക്കാടെ ഷോപ്പുകളിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അതേ ബുക്ക് സ്റ്റോൾ. അപ്പോൾ എന്തിനാണ് ഏതിനാണ് എന്നുള്ളത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ബുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങാനായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ആക്ച്വലി നമ്മൾ നമ്മുടെ മക്കൾക്ക് വാങ്ങുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അടുത്തുള്ള കുറച്ച് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് തന്നെ എത്ര വരുമാനം ഉണ്ടെങ്കിലും ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് വല്ലാത്തൊരു ചിലവായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഡെയിലി കൂലിപ്പണിക്ക് പോയിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരുടെ മക്കൾക്ക് അത്യാവശ്യം ബേസിക്കായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബുക്സ് കാര്യങ്ങൾ ബാഗ് ഒക്കെ വാങ്ങാനും വേണ്ടിയിട്ട് പോവാണ്. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ കയ്യിൽ ഒരുപാട് പേര് സഹായം ചോദിച്ചിട്ട് വരാറുണ്ട്. എന്നിട്ട് നമുക്ക് സഹായം ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് അവർ പിന്നെ ബാഡ് കമൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കാണ്ട് നിനക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വരുന്നു എന്നുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് കേട്ടോ. പിന്നെ അവർ ബാഡ് കമൻസൊക്കെ ആയിട്ട് നമ്മൾ മോശമായിട്ട് പറയും. ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്ട്രീം ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കടങ്ങളും കാര്യങ്ങളും എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ കടത്തിൽ ഓരോ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും അവസാനം കിട്ടുന്ന ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തിപ്പോൾ ഇനിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ നിന്ന് നമ്മൾ 1 രൂപ പോലും പിരിച്ചിട്ടോ മറ്റോ ഒന്നുമല്ല, നമ്മുടെ തന്നെ സ്വന്തം പൈസയിൽ നിന്നാണ് ഇതുവരെയും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്. കുറേ ഷെയർ മിച്ചം പിടിച്ചിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് വൈഡായിട്ട് ഒരുപാട് പേർക്കൊന്നും അങ്ങനെ ചോദിക്കുന്ന എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തതും. പിന്നെ ഒരുപാട് പേര് വാഷിംഗ് മെഷീൻ വാങ്ങാൻ പൈസ തരുമോ, സ്വർണ്ണം എടുക്കാൻ പൈസ തരുമോ, അല്ലെങ്കിൽ അടുത്ത മാസം ചിലവിന് പൈസ തരുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും ചെയ്യാൻ. പക്ഷേ ചെയ്യാൻ പറ്റാത്ത ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരൊറ്റൊരാൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് മിച്ചം പിടിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ആരും വിഷമിക്കരുത്, ദുഃഖിക്കരുത്. നമ്മളെക്കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഹെൽപ്പാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കുന്ന പണി ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കും. ഈ ചോദിക്കുന്ന എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ അവർ പറയും നിങ്ങൾ ഉടായിപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്കറിയുന്നവർക്ക് നേരിട്ട് തന്നെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ പാക്ക് ചെയ്തൊക്കെ അയക്കാനും ഭയങ്കര റിസ്ക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ അത് അനുഭവിച്ചത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്തിനാണ് നീ പബ്ലിക് ആക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടാവും. അവരുടെ ആ ഒരു സന്തോഷം കാണാം. നമ്മുടെ അടുത്ത വീട്ടിലുള്ള ആരെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും, നമ്മുടെ ഒരു കുട്ടിക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഒരു കുട്ടിക്കെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ടും ഒരാളെങ്കിലും ഇതുപോലെ ചെയ്താൽ അതും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് കാണിച്ച മൊബൈൽ ഷോപ്പാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു കസ്റ്റമർ മൊബൈൽസ് എന്ന് പറയില്ലേ, സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഇനിയൊരു കാര്യം, ഇത് പാർട്ട്ണറാണ് കേട്ടോ. ഇക്കാക്ക് ഞാൻ കൊടുത്ത മറ്റൊരു ഗിഫ്റ്റാണ് നമ്മുടെ ഈ ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്നത്. പാർട്ട്ണറും കൂടിയുണ്ട്. അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നേരത്തെ പോയത് ബാഗ് എടുത്തത് വന്നിട്ട് എൻ്റെ ആങ്ങളൻ്റെ ഷോപ്പാണ്. അവിടെ നിന്ന് ബാഗും വാങ്ങി. ഇവിടെ നിന്ന് ബുക്ക് കാര്യങ്ങൾ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഹോൾസെയിൽ പ്രൈസിനാണ് കേട്ടോ നമ്മളെടുത്തത്. നമ്മുടെ ഷോപ്പായതുകൊണ്ട് കുറച്ചെങ്കിലും അങ്ങനെ ഒരു ലാഭം കിട്ടി. അതേ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് ചോദിച്ചിട്ട് കേട്ടാ. വന്നാ നിന്റെ കിട്ടിയാ? ഒന്ന് സെറ്റ് ചെയ്യാനുള്ള സമയം, വീട്ടിൽ പോയിട്ട് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ നമ്മൾ കാറിൽ തന്നെ ഇരുന്നിട്ട് ഓരോ ബാഗിലും ചുറ്റുമണി വെറുതെ കഴിയാൻ പാടില്ല. വീട്ടിൽ പോണില്ല, നമുക്ക് വേറെ എങ്ങനെയെങ്കിലും പോകാം. അപ്പൊ ബാഗുകളിലേക്ക് ശരി അമ്മേൻ്റെ അവിടെ പോവാട്ടോ. ബാഗുകളിലേക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ബേസിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതല്ലേ.
അമ്മ എല്ലാം ബോക്സിനുള്ളിൽ വെച്ച് കൊടുക്കും. ഒരു ബാഗിലേക്കുള്ള എല്ലാം ആയില്ലേ? സ്ലൈറ്റ് ചെറിയ കുട്ടികളുടെ ബാഗിലല്ലേ വെക്കേണ്ടത്? സ്ലൈറ്റ് പെൻസിലും സ്ലൈറ്റും ആക്കി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞത്. ഒരു ബാഗ് വെച്ചു, അതുപോലെ ഓരോ ബാഗുകളും വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അവർ വേഗം നമുക്ക് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത ബാഗിലേക്ക് ചുറ്റും ഇണ്ടാണ്ടിരിക്കും. ചുറ്റുമണി അടുത്ത ബാഗിലേക്ക് ഒരു പെൻസിൽ, റബ്ബർ, ഒരു സ്ലൈറ്റ്, ഒരു സ്ലൈറ്റ് പെൻസിലിൻ്റെ ബോക്സ്, പിന്നെ അവർക്കൊരു കട്ടർ, ഒരു ബോക്സ്, കട്ടർ എടുക്കും. റബ്ബർ എവിടെ? റബ്ബർ മിസ്സായി പോകുന്നുണ്ടോ അയ്യാനെ? റബ്ബർ, പെൻസിൽ. ഈ ക്രയോൺസ് ഒക്കെ എന്ത് ചെയ്യണ്ടാണ്? ഈ അണ്ണാക്ക് എടുത്താണ് കുട്ടികളുടെ ബാഗ്. അപ്പോൾ സാധനങ്ങൾ വീട്ടിൽ പോയിട്ട് പാക്ക് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഒന്നാമത്തെ നമ്മുടെ ഫോണ് രാത്രി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡിമ്മായിട്ട് ഒരുമാതിരി കാണും. അപ്പോൾ അതിന് മുമ്പൊക്കെ ചെയ്ത് തീർക്കണം കേട്ടോ. ഫോൺ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ഇൻഷാ അല്ലാ. പിന്നെ അതുപോലെ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തീരെ വയ്യ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഷിഫ ആകാനും വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. എനിക്കും നല്ല ചുമയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കാറിൽ തന്നെ എല്ലാം ആക്കിയിട്ട് ഇതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയേൻ്റെ ഉള്ളിൽ തറ എന്ന് പറയും, അതിൻ്റെ ഫുൾ നെയിം പറയാൻ ചുച്ചിന് ഓർമ്മയാക്കിയതാണ് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കാനും ചിരിക്കാനും ഇട വന്നു എന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ജീവിതത്തിൽ എല്ലാവരും സ്വയം തന്നെ അനുഭവിച്ചറിയണം. അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാ വീട് എന്നുള്ളത് ഇതിൽ എന്തായാലും കാണിക്കുന്നില്ല, പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് അറിയാവുന്ന 1-2 പേർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.